കുട്ടിക്കാലത്താണ് ഏറ്റവും കൂടുതൽ ആധ്യാത്മിക വിദ്യ പഠിപ്പിക്കേണ്ടത്. പ്രായമായിട്ടൊന്നല്ല കേട്ടോ, പ്രായമായിട്ട് ഒന്നും വേണ്ട. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് വേണം ഇനി ക്ഷേത്രത്തിലൊക്കെ പോയി ആധ്യാത്മികതയൊക്കെ ഒന്ന് തുടങ്ങി രാമായണമൊക്കെ ഒന്ന് വായിച്ച്. അയ്യോ, റിട്ടയർമെന്റ് കഴിഞ്ഞ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് തുടുത്ത യൗവനമുള്ളപ്പോൾ ഭഗവത് ചിന്തയുണ്ടാക്കും. തുടുത്ത യൗവനത്തിലാണ് ഭഗവത് ചിന്ത. ഈ വിഷമം തോന്നരുത് കേട്ടോ, ഈ ഒന്നിനും കൊള്ളില്ലാണ്ടായി അപ്പോഴാണ് ഭഗവത് ചിന്ത. എന്തൊരു ഭക്തിയാണ്. ഈ വാടിക്കൊഴിഞ്ഞൊരു പൂവ്, ദേഷ്യം തോന്നല്ലേ, വാടിക്കൊഴിഞ്ഞൊരു പൂവും കൊണ്ട് ഭഗവാൻ അർപ്പിക്കാൻ വരുമോ നമ്മള്? ആണോ? ഇല്ല. നല്ല തുടുത്ത പൂക്കൾ അല്ലേ? മേലെ വിടർന്നു വികസിച്ച നിന്നെ നോക്കി ആരാകിലെന്തും ഇഴിയുള്ളവർ നോക്കി നിന്നിരിക്കാം എന്ന് പറഞ്ഞതുപോലെ നല്ല തുടുത്ത യൗവനമുള്ള ഒരാളെ കണ്ടാൽ ആരും നോക്കും. അത് വൈരാഗ്യമുള്ള വൈദികൻ പോയാലും ഏറ്റ വൈദിക്ക് പിൻപെ ഉടറി ഓടുന്ന കള്ളൻ, ഒരു കള്ളനെ കുറെ പേര് ഓടിക്കുക, അപ്പോഴാണ് നല്ലൊരു പനിനീർ പുഷ്പം, എന്നാലും കള്ളൻ ഒന്ന് നോക്കിയിട്ട് പോകും. ഇതുപോലെ നല്ല യൗവനമുള്ളവരെ ആരും നോക്കും. ഈ യൗവനമുള്ള തുടുത്ത യൗവനത്തിൽ വേണം നമുക്ക് ആധ്യാത്മിക വിദ്യ പഠിക്കാൻ, കുട്ടിക്കാലത്തെ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറയണത്, ബാലസ്ഥാവത് ക്രീഡാസക്ത, തരുണസ്ഥാവത് തരുണീസക്ത, വൃദ്ധസ്ഥാവത്ത് ചിന്താമഗ്ന, പരമേ ബ്രാഹ്മണി കോപ്പിന ലഗ്ന. ശങ്കരൻ എത്ര കാലം മുമ്പ് പറഞ്ഞെന്നറിയോ? ഈ കുട്ടിക്കാലത്ത് കളിച്ച് 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 കാലം കഴിക്കും. ബാലസ്ഥാവത്ത് ക്രീഡാസക്ത. താരുണ്യമായാൽ വിഷയീ സുഖം, തരുണിയെ തേടി നടക്കും. ആ വിഷയീ സുഖത്തിൽ അങ്ങനെ കാലം കഴിക്കും. വയസ്സായി കഴിഞ്ഞാൽ ചിന്താമഗ്ന, അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച്. അതുകൊണ്ട് വിവരമുള്ളവര് ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്ത് തന്നെ ഭാഗവതം, ഭഗവത് കാര്യങ്ങൾ പഠിക്കണേ എന്ന് ശ്രീശങ്കരൻ പറഞ്ഞു. അതുകൊണ്ട് ഭാഗവത ചിന്ത എപ്പോഴും കുട്ടിക്കാലത്താണ്. കുട്ടിക്കാലം ഗർഭസ്ഥ ശിശു തുടങ്ങി അവർക്കൊരു ഒരു ടീനേജ് വരെയെങ്കിലും, അല്ലെങ്കിൽ ഒരു ടീനേജിന്റെ അവസാനം 19 വരെയെങ്കിലും അത്രയും മതി. പിന്നെ ആ സംസ്കാരം ഉള്ളിൽ കിടന്നോളും. പിന്നെ അവൾ എവിടേക്ക് വഴിതെറ്റിപ്പോയാലും ഈ സംസ്കാരത്തെ ഉണർത്താൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ തിരിച്ചു വരും. ഒരു ഭയവും വേണ്ട, ഒരു ഭയവും വേണ്ട. ഉള്ളിൽ സംസ്കാരമുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വഴിതെറ്റിയാലും തിരിച്ചു വരും അവർ. നിങ്ങൾ ഭയക്കണ്ട. ഈ സമൂഹത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ട് ഇടയ്ക്കൊന്ന് ഒരു പദഭ്രംശം പറ്റിയാലും ഭയക്കണ്ട. വിവേകാനന്ദൻ ബ്രഹ്മസമാജത്തിലൊക്കെ പ്രവർത്തിച്ച കാലത്ത് ഈശ്വരനുണ്ടോ, വിഗ്രഹാരാധന ശരിയല്ല എന്നൊക്കെ പറഞ്ഞു നടന്നവൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുമായിട്ടുള്ള ആദ്യത്തെ ആ കണ്ടെത്തലിലൂടെ, കാണലിലൂടെ ഉള്ളിലുള്ള കുട്ടിക്കാലത്ത് അമ്മ മന്ത്രം, ജപം, സാധനാനുഷ്ഠാനങ്ങൾ, ക്ഷേത്ര ദർശനം, ധ്യാനം, ഇതിലൂടെ വളർന്നു വന്ന കുട്ടിയുടെ മനസ്സിൽ ഉള്ളിലുണ്ടായിരുന്ന സംസ്കാരം അങ്ങ് വിടർന്ന് വികസിച്ചപ്പോൾ പഴയ ആ ഒരു ഇടക്കാലത്ത് വന്നൊരു പ്രത്യേക ആദർശത്തില്ലേ, ക്ഷേത്രം വേണ്ട, നാമജപം വേണ്ട, ക്ഷേത്രത്തിൽ പോകണ്ട, ഇതൊക്കെ എന്തിനാണ്, എന്തിന് പിണ്ടബലിയിടണം, എന്തിന് ശ്രാദ്ധം, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നവൻ കുറച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആ ഉള്ളിലുള്ള കുട്ടിക്കാലത്തുള്ള സംസ്കാരം അങ്ങ് വികസിക്കും. ഇതിനാണ് ഭാഗവത ധർമ്മം. അമ്മ കുട്ടിക്കാലത്ത് ഇതൊക്കെ ചെയ്യണേ.